മാജിക്കിൻ്റെ ലോകത്ത് ചില എഫക്റ്റുകൾ ട്രിക്കുകൾ മാത്രമാണ്, ചില എഫക്റ്റുകൾ അത്ഭുതങ്ങളാണ്, എന്നാൽ ചില എഫക്റ്റുകൾ, വളരെ ചുരുക്കം എഫക്റ്റുകൾ മാത്രം ഇതിഹാസങ്ങളാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അത്തരം ഒരു മാജിക്കാണ്. കാരണം ഒരു കാർഡ്, ഒരു നമ്പർ, തികച്ചും സ്വതന്ത്രമായ രണ്ട് തീരുമാനങ്ങൾ, ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയേക്കും. എൻ്റെ ഇപ്പോൾ ഒരു പാക്കറ്റ് കാർഡിൻ്റെ കാർഡൊന്ന് കൈ വെച്ച്, ഓക്കെ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു കാർഡ് ഇമാജിൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു വിർച്വൽ പാക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് കുറേ കാർഡ്സ് ഉണ്ട്. കാർഡ്സ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വിഷ്വലൈസ് ചെയ്തു. ആ കാർഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു കാർഡ് ഇങ്ങനെ എടുത്തു. ആ ഒരു കാർഡ് മാത്രം എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിനക്ക് ഒരു കാർഡ് കാണുന്നില്ലേ? ഓക്കെ, ഈ കാർഡ് മാത്രം മനസ്സിൽ നല്ലപോലെ ആലോചിക്കും, മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. ഓക്കെ, ഈ കാർഡ് ഇവർക്ക് ആർക്കെങ്കിലും അറിയാൻ, നമ്മുടെ ക്യാമറ ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ കാർഡ് മനസ്സിലുണ്ടല്ലോ ഏതാണെന്ന്, അതിൻ്റെ നമ്പരും സ്യൂട്ടും എല്ലാം മനസ്സിലുണ്ടല്ലോ. ഓക്കെ, ഈ പാക്കറ്റിനകത്ത് 52 കാർഡുണ്ട്. ഇതിൽ ഏത് പൊസിഷനിലായിരിക്കും, ഇത് എത്രാമതായിരിക്കും ആ കാർഡെന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ? രണ്ടാമത്തെ. ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് ചാൻസ് 2 തന്നെ. നമുക്ക് നോക്കാം. ഓക്കെ, ഇനി കാർഡൊന്ന് ഓപ്പൺ ചെയ്ത് ഇനി ഫസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ കാർഡ് കണ്ടോ, 6 ഓഫ് ഹാർട്ട് ആയാണ്. രണ്ടാമത് പറഞ്ഞ കാർഡില്ലേ, തുറക്കണ്ട, കയ്യിൽ വെച്ചു. മൂന്നാമത്തെ കാർഡായിരുന്നുണ്ടെങ്കിൽ 8 ഓഫ് ക്ലബ്സ് ആയാലും, 8 ഓഫ് സ്പേഡ് ആയാലും. പിന്നെ മനസ്സിലുണ്ടായിരുന്ന കാർഡ് ഏതാണെന്ന് പറഞ്ഞ്. ലവ്. ഏതായിരുന്നു നമ്പർ? 2 ഓഫ് ഹാർട്ട്സ് അല്ലേ? കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കി. രണ്ടാമത്തെ കാർഡ് 2 ഓഫ് ഹാർട്ട്സ്. താങ്ക് യു സച്ചു, താങ്ക് യു വെരി മച്ച്.